ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. നെസ്റ്റോക്കാണ് പോണത്. മാളിക്കുന്നവരെയും കൂട്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞ് പുറത്തിറങ്ങാം, ഒരു ഫുഡ് കഴിക്കുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അത് വാങ്ങുക, അത്രേ ഉള്ളൂ ഉദ്ദേശം. ഫസ്റ്റ് തന്നെ പെരിന്തൽമണ്ണ ഫുഡ് കോർട്ടിലാണ് പോയത്. അവിടുന്ന് സെയിൻ ലബാൻ കഴിക്കാനാണ് പോയത്. പക്ഷേ ഞങ്ങൾ കാറിലും മോനും നിധിയും സ്കൂട്ടിയിലായിരുന്നു. ഓലെ എത്താൻ വൈകി, ഓലെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓല് ഞങ്ങളെ കാണൂല. കാരണം ഞങ്ങൾ നെസ്റ്റോന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ സെയിൻ ലബാൻ കഴിക്കാൻ നിർത്തുന്നത് പറഞ്ഞിട്ടില്ല. ഫോണാണെങ്കിൽ വിളിച്ചിട്ട് ഓഫും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടോ. നേരെ നെസ്റ്റോയിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടോ. ഞാൻ നെസ്റ്റോയിൽ വന്നാൽ ഫസ്റ്റ് പോവുക ഈ പാത്രങ്ങളെ സെക്ഷനിലാണ്. വാങ്ങാനൊന്നും അല്ല, എന്നാലൊരു മനസ്സുഖം, പുതിയ ഐറ്റംസ് എന്തൊക്കെ വന്നിക്കണു നോക്കാൻ. പിന്നെ സച്ചു മനു ഓടി നടന്ന് ഓരോ ഐറ്റം ജ്യൂസ് എടുത്ത് കൂടി തന്നെ ഉണ്ടോ. പിന്നെ അവിടെ അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടത് എടുക്കുക, കഴിക്കുക, ബില്ലടക്കുമ്പോൾ കണ്ണ് തള്ളുന്നേ ഉള്ളൂ. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാരി പെറുക്കണ കൂട്ടത്തിൽ ഈ 2 ബർഗർ എടുത്തിട്ടുണ്ടായിട്ടോ. അത് നല്ല ഓഫറിലായിരുന്നു. അനുവിനും സച്ചുവിനും എന്ത് ഐറ്റംസ് വാങ്ങിയാലും ഇതേപോലെ അൽക്കുലത്തെ എന്തെങ്കിലും സംഭവം വേണ്ടി വരും. ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു ബാഗ് അങ്ങനെ തന്നെ കൊടുത്ത് ഒരു ബാഗ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നിധിയും മോനും ഓൾക്ക് വേണ്ടതൊക്കെ വാരി പെറുക്കി എടുത്ത് വരുന്നുണ്ട്. ഞാൻ 2 ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ. ക്യൂ നിന്ന് ബില്ലടിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കിട്ടുമ്പോഴത്തേനും നമ്മൾ കയ്യാട്ടി കുഴങ്ങും. ഒരു സെറ്റ് കൊടുന്ന് ടേബിളിൽ വെച്ച് പോയി അടുത്ത സെറ്റ് വാങ്ങി വരുമ്പോഴത്തേനും പകുതിയും കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ മറ്റുള്ളത്. പിന്നെ എന്താ ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിരുന്നു. പക്ഷേ ഒന്നും മെച്ചമുണ്ടായില്ല കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചൂടില്ല. ഒന്നും ചൂടില്ലാത്ത കേടാണ്. പിന്നെ നമ്മളെ നിത സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ വാങ്ങിയത്. എന്തൊക്കെ പയർ മുളപ്പിച്ചത്, വേറെ മറ്റേ എന്തൊക്കെ അൽക്കുലത്തെ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത്. പിന്നെ ഷവായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കും ഷൈനൊന്നും തീരെ പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ചൂടില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മക്ക് ചായ മസ്റ്റാണ്. അതാണ് ഞാൻ പോയി ചായ വാങ്ങിയത് കേട്ടോ. വേറെ എന്തില്ലെങ്കിലും ചായ കിട്ടിയാൽ ആൾ ഓക്കെ ആവും. പിന്നെ ബ്രോസ്റ്റ് വാങ്ങിയിരുന്നു, അത് കുഴപ്പമില്ല, പക്ഷെ ഒക്കെ ചൂടില്ലാത്ത പ്രശ്നം മാത്രമാണ്. പിന്നെ നിത വാങ്ങിയത് ഈ സംഭവം, ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒലിയോ അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ, അതാണ് കേട്ടോ. അതൊന്ന് ടേസ്റ്റ് നോക്കാൻ എനിക്ക് തരികയാണ്. അത് തന്നപ്പോഴുള്ള എൻ്റെ അവസ്ഥ, എൻ്റെ പൊന്നോ, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളി. കാരണം എന്താണതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റ് ഇല്ലാത്തൊരു ഐറ്റം. പിന്നെ അവിടുന്ന് ബീഫ് വാങ്ങിട്ടോ. അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കഴിക്കേണ്ടി വരും, അത്രയും കട്ടിയുള്ള ബീഫായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ കുഴപ്പമില്ല. പുറത്തെവിടെയെങ്കിലും കടയിലാണെങ്കിൽ നമുക്ക് നല്ല ചൂടോടെ ഐറ്റംസ് ഇങ്ങനെ കൊടുന്ന് വെച്ച് തരില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നുള്ളൂ. എന്താ പ്രശ്നം എന്നറിയില്ല, ഓവന് കേടാണ് എന്തോ ആണ് കേട്ടോ പറഞ്ഞതുപോലെ. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ തൊട്ടടുത്ത ടേബിളിൽ അതിൻ്റെ കസിനും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിരുന്നു കേട്ടോ. ഇവിടെ കോട്ടാപ്പുറത്തുള്ള പോലോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കല്ലേ, അധികം ഒന്നും വർത്താനം പറയാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലെങ്കിൽ നേരെ പച്ചക്കറി ഐറ്റംസിലേക്കാണ് പോയത്. പിന്നെ ഞാനൊരു കൂണ് വെക്കുന്ന റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ ഇവിടുന്ന് കൂണ് വാങ്ങിയിട്ടുണ്ടോ ആ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ കൂണും കുറച്ച് ഐറ്റംസ് സ്ട്രോബെറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൈറ്റ് ഞാൻ കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ച് നിന്നിട്ടോ. പിന്നെ അമ്മക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മാൻ്റെ ഫാമിലിനെ കിട്ടി. ഉമ്മയുടെ അമ്മയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് നേരം ഓലപ്പം അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോനും നിധി നേരത്തെ വന്നത് പുറത്തിരിക്കുന്നുണ്ട്. എവിടെ പാവേ തുറുമ്പ് പിടിച്ച ആണി ഉള്ളിലേക്ക്. എന്നിട്ട് എന്താ ചെയ്തേ? നമ്മളതിനെ ഞാൻ ഡെറ്റോളിട്ട് തുടച്ച് ബാൻഡേജ് ടി അടിച്ചു. അത് കഴിഞ്ഞിട്ട് ടി അടിച്ചു. ടി അടിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് നെസ്റ്റോക്ക് വന്നു. ഞങ്ങൾ രണ്ടാളും കയറി ഇരിക്കണണ്ട കാറ്റ് കൊള്ളാൻ ചെന്നിരിക്കണം മാരുണ്ട് കേട്ടോ. ഓല് വണ്ടി കയറി പോകാന്ന് പറഞ്ഞ ടൈമിലാണ് ഈ കയറി ഇരിക്കണത്. മറ്റോല് പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാ സ്കൂട്ടിയിലാണ്, അതുകൊണ്ടാണ് ഓല് അങ്ങനെ ഇരിക്കണത്. ഈ വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തോണ്ടാണ്. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കണു. ഞങ്ങളിത് ആ പെരയിലെത്തി. നെസ്റ്റോത്തെ ഫുഡ് ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. ഒന്നൊരു മെച്ചല്ല, മേനല്ല. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കണതല്ലേ, ഇത് ചൂടൊന്നും ഇല്ലാതെ ചൂടാക്കാൻ പറ്റിയതുമില്ല. ബർഗറൊക്കെ ഓവനില്ലാത്തതുകൊണ്ട്, ഓവന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചൂടില്ലാതെ തിന്നിക്കണത്. അതൊന്നും ഒരു പാക്കറ്റ് വാങ്ങിക്കൊടുന്നൊക്കെയായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നുണ്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും, കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണാനുള്ളൊരു ആ ഒരു ഇഷ്ടം കൊണ്ട് നല്ല. ഗായ്സ്, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടോ, പക്ഷെ ഇത് വാങ്ങിയിട്ട് നല്ല സ്മെല്ലും, നല്ല നമ്മൾ ആ മുട്ടായിയൊക്കെ വാങ്ങുമ്പോഴുള്ള സ്മെല്ലൊക്കെ തന്നെയാണ്. ഒന്ന് കഴുകട്ടെ കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഡ്രാഗന്, കിവി ഒക്കെ കാണാനുള്ള ചുക്കുള്ളൂ. നമ്മളാ നാടൻ മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് തിന്നുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം.
ഇത് അടിപൊളിയാണ്, സത്യമായിട്ടും ഇത് അടിപൊളിയുണ്ടോ? ടേസ്റ്റ് ഉണ്ടാവലില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറ്റം കാണിച്ചു തരാം. വാങ്ങുമ്പോൾ നമ്മൾ താഴത്ത് പോയതുണ്ടോ, വാങ്ങുമ്പോൾ നമ്മൾ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതേപോലെയുള്ള റെഡ് കളർ വാങ്ങിയാൽ പണി കിട്ടും, പുളിയായിരിക്കും. പക്ഷേ മുടിയൊന്നുമില്ല. പക്ഷേ കണ്ടോ, ഇതേപോലെയുള്ള റെഡ് കളർ വാങ്ങിയാൽ നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് വാങ്ങുമ്പോൾ ഇത് ഒന്ന് നോക്കിയിട്ട് വാങ്ങുക. ഇത് രണ്ടും മിക്സഡ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.